ഹായ് സ്റ്റുഡൻസ്, +2 കെമിസ്ട്രി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? യൂണിറ്റ് സെല്ലാണ്. എന്താണ് യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഈസ് എ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണെന്ന് വിചാരിക്കാം. ഈ യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുണ്ട്. നമുക്ക് ആദ്യത്തെ യൂണിറ്റ് സെൽ ഏതാണെന്ന് നോക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ കോർണേഴ്സിലായിട്ടാണ് ഈ ക്യൂബിൻ്റെ എത്ര കോർണർ ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിലായിട്ടാണ് ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ ഈ 8 കോർണേഴ്സിലും ആറ്റംസിനെ അറേഞ്ച് ചെയ്യും. ആറ്റംസ് ഓർ എനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്, അയോൺസ്, ആറ്റംസ്, എക്സെട്ര. ഈ 8 കോർണേഴ്സിലും നമുക്ക് ആറ്റംസിനെ കാണാം. ഓൾസോ ബോഡി സെൻറ്റർ, ഈ ക്യൂബിൻ്റെ സെൻറ്ററിലായും ഒരു ആറ്റത്തിനെ കാണാം. അങ്ങനെയുള്ള ക്യൂബിക് സെൻറ്റേർഡ് ആയിട്ടുള്ള അത്തരം യൂണിറ്റ് സെല്ലുകളെയാണ് നമ്മൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ഒരു ക്യൂബിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ 6 ഫേസിലെയും സെൻറ്ററിൽ, ഓരോ ഫേസസിൻ്റെയും സെൻറ്ററിൽ നമുക്ക് ആറ്റത്തിനെ കാണാം. അതുകൂടാതെ കോർണേഴ്സിലും ആറ്റത്തിനെ കാണാം. ആ രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് നമുക്ക് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയാം. നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ ഒരു യൂണിറ്റ് സെല്ലാണോ ഉള്ളത്? ഈ യൂണിറ്റ് സെല്ലുകളെല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ? അങ്ങനെ ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ വരുമ്പോൾ ഈ യൂണിറ്റ് സെല്ലുകളുടെ ഈ പാർട്ടിക്കിൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് നമുക്കിനി അടുത്തതായി നോക്കേണ്ടത്. ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, ഓരോ യൂണിറ്റ് സെല്ലിലെയും ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ആദ്യം നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ടോട്ടൽ 8 കോർണേഴ്സിൽ 8 ആറ്റംസ് ഉണ്ട്. പക്ഷേ ഈ ഓരോ 8 ആറ്റംസും ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റു ക്യൂബുകളുമായിട്ട് ചേർന്നാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഓരോ ആറ്റവും 8 അതർ ക്യൂബുമായി ഈ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു പെർട്ടിക്കുലർ കോർണറിൽ കാണുന്ന ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് 8 എണ്ണത്തിൻ്റെയും കൂടെയാണെന്ന് പറയാം. അപ്പോൾ ഇഫക്റ്റീവായി ആ ഒരു ആറ്റം 1/8 കോൺട്രിബ്യൂഷൻ മാത്രമല്ലേ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നെറ്റ് ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം അതിലെങ്ങനെ വരും? ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം നോക്കുമ്പോൾ നമുക്ക് 1/8 മാത്രമാണ് ഒരു ആറ്റം ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. അപ്പോൾ 1 ആറ്റം എന്ന് നമുക്ക് പറയാം. ഒരു യൂണിറ്റ് സെല്ലിൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഒരു കോർണേഴ്സിലും, എല്ലാ കോർണേഴ്സിലും ഓരോ ആറ്റം ഉണ്ട്. അതുകൂടാതെ ആ ക്യൂബിൻ്റെ സെൻറ്ററിലും ഒരു ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിലെ ഇഫക്റ്റീവ് നമ്പർ എങ്ങനെ വരും? ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിലെ ഇഫക്റ്റീവ് നമ്പർ 1/8 × 8 പ്ലസ് ആ ബോഡിയുടെ സെൻറ്ററിൽ കാണുന്ന, ക്യൂബിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആറ്റം അതിൻ്റെ മാത്രം സ്വന്തമാണല്ലേ, അത് വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് 1 ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ +1 = 1 + 1 = 2 ആണ് ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിലെ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൽ എങ്ങനെ വരും ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? 2 ക്യൂബുകൾ തമ്മിൽ ചേർന്നിരിക്കുകയാണെങ്കിൽ ഓരോ ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്ന ആറ്റം മറ്റൊരു ഫേസുമായിട്ട് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1/2 കോൺട്രിബ്യൂഷനാണ് ഒരു ആറ്റം കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ അവിടെ എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 6 ഫേസ് ഉണ്ട്. അപ്പോൾ 1/2 ×
6. അതുകൂടാതെ നമ്മുടെ 8 കോർണേഴ്സിലും ആറ്റംസ് ഉണ്ട്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? 1/8 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഇവിടെ 3 + 1 = 4. അപ്പോൾ ഒരു FCCയിലെ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം? അത് 1 ആണ്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്മൾ കണ്ടു 2 ആൻഡ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ദ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം ഈസ് 4. ഇനി നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡിലെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് വേണ്ടതിലധികം ഉള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ഇമാജിനേഷൻ. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ ഒരു 3 ഡയമെൻഷണൽ ലെവലിൽ കാര്യങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ 3 ഡയമെൻഷനിലേക്ക് പോകുന്നതിന് നമുക്ക് 1 ഡയമെൻഷണൽ ആൻഡ് 2 ഡയമെൻഷണൽ പാക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായാലേ 3 ഡയമെൻഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ അസ്യൂം ചെയ്യുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് സ്ഫെറിക്കൽ ആൻഡ് സെയിം സൈസിലുള്ളതാണെന്ന് അസ്യൂം ചെയ്യുക. സ്ഫെറിക്കൽ ആൻഡ് സെയിം സൈസിലുള്ള ആറ്റംസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ അത് ഒരു റോയിൽ നമ്മളതിനെ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വരും? ഇതാണ് നമ്മുടെ 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ചൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു വലിയ ലെയറായിട്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ഒന്നൊന്നായി വെച്ചിട്ടാണല്ലേ അങ്ങനെ വരുന്നത്. അപ്പോൾ അവരാദ്യം ആ ഒരു റോ എടുക്കും, പിന്നെ അവർ അതിൻ്റെ മുകളിലായി അടുക്കി ലെയറായിട്ട് എടുക്കും. അങ്ങനെ മുകളിലേക്ക് അവർ അങ്ങനെ അടുക്കി പോകും. അപ്പോൾ ആ ആദ്യം നമ്മൾ കാണുന്ന ആ ഒരു 1 ഡയമെൻഷണൽ സിസ്റ്റം ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു 1 ഡയമെൻഷൻ സിസ്റ്റത്തിൽ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ആറ്റത്തിനെ അങ്ങനെ 1 ഡയമെൻഷണലായി അറേഞ്ച് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ ഒരു റോ കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ ഒരു ആറ്റത്തിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സിസ്റ്റത്തിൽ ഏതൊരു ആറ്റത്തിനെ സെലക്ട് ചെയ്താലും ഇവിടെ നമ്മൾ ഒരു ആറ്റത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് എത്ര ആറ്റമുണ്ട്? ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് നമുക്ക് 2 ആറ്റത്തിനെ കാണാം. ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് 2 ആറ്റത്തിനെ കാണാം. അപ്പോൾ ആ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. Then coordination number is the number of particles immediately adjacent to each particle in the crystal lattice or in the close packed structure. അപ്പോൾ നമുക്ക് ഇനി 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും റോയായി ഇതിൻ്റെ നിയർ ബൈ നമ്മൾ റിപ്പീറ്റഡ് ഇതുപോലെ അടുക്കി പോകുമ്പോൾ നമുക്കൊരു പ്ലെയിൻ ലെയർ കിട്ടും. അപ്പോൾ അതാണ് 2 ഡയമെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 ഡയമെൻഷനിൽ നമുക്ക് 2 രൂപത്തിൽ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നടത്താം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ലെയറിൽ ആ എ എന്ന് നമുക്ക് പറയാം. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എ എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ജസ്റ്റ് മുകളിലായി അടുത്ത റോയും വരികയാണെങ്കിൽ ജസ്റ്റ് മുകളിലായി നമ്മൾ അറേഞ്ച് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഈ താഴത്തെ എ പോലെ തന്നെയല്ലേ മുകളിലത്തെ റോയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും രണ്ടുപേരും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എ ടൈപ്പ് എന്ന് പറയാം. ഇത് ഏത് ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്? എ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് 2 ഡയമെൻഷനിൽ. ഇനി മറ്റൊരു രൂപത്തിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കിയേ. ഇവിടെ നോക്കിക്കേ, നേരത്തെ പോലെ നമുക്കൊരു ആറ്റത്തിനെ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആറ്റത്തിനെ ചൂസ് ചെയ്തു. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് നൈബറായിട്ട് എത്ര ആറ്റം വരുന്നുണ്ട്? 1 2. അതിനെ ടച്ച് ചെയ്ത് കാണുന്നത് അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 3 4. അപ്പോൾ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പോൾ ഈ
ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഈ ആറ്റംസിൻ്റെ എല്ലാം സെൻറ്റർ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. സെൻറ്റർ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി അല്ലേ? ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് വിളിക്കാം? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. എന്ത് പറയാം? സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഈ ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിങ്ങിനെയാണ് നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ 2 ഡയമെൻഷനിലെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് വരുന്നത്, നമ്മൾ ആദ്യം എക്ക് മുകളിൽ കൃത്യമായി ആ എ ലെയർ പോലെ തന്നെ അറേഞ്ച് ചെയ്തു പോയി. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലെയറിനെ എ എന്ന് പറയാം. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എക്ക് അലൈൻഡ് ആയിട്ടല്ല. നേരത്തെ നമ്മൾ നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ എയുടെ അലൈൻഡ് ആയിട്ടാണ് മുകളിൽ അറേഞ്ച് ചെയ്തു പോയത്. ഇവിടെ നമ്മൾ ബി ആണ് വെക്കുന്നത്. അത് ഈ ഡിപ്രഷൻസിലാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ ഡിപ്രഷനിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, നേരെ മുകളിലല്ല. അപ്പോൾ എ പോലെ ഒരു ലെയറാണോ നമുക്ക് കിട്ടിയത്? അല്ല. പിന്നെ അടുത്തത് വരുമ്പോൾ എങ്ങനെയാണ്? എ പോലെ മൂന്നാമത്തെ ലെയർ നമുക്ക് എ പോലെയാണ് കിട്ടുന്നത്. നോക്കിക്കേ, മൂന്നാമത്തെ ലെയർ എ പോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ബി എന്ന് പറയാം. ഇത് നേരെ അലൈൻഡ് ആയിട്ട് വന്നു അല്ലേ എക്ക്. അപ്പോൾ എ പോലെ തന്നെ ഒരെണ്ണം കിട്ടി. അതുകൊണ്ട് നമുക്കിതിനെ എ ബി. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു 4th ലെയർ വെച്ചാൽ അത് ഏതുപോലെ വരും? സെക്കൻഡ് ലെയർ പോലെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് എ ബി ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. ഇനി നമുക്ക് നേരത്തെ പോലെ ഈ ഒരു ക്ലോസ് പാക്കിങ്ങിൽ ഒരറ്റത്തെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് എത്ര പേര് വന്നു നോക്കിയേ? 1 2 3 4 5 6 അല്ലേ? ഈ ഒരു ആറ്റം അതിൻ്റെ ചുറ്റിനുമുള്ള 6 ആറ്റംസിനെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എ ബി ടൈപ്പ് ക്ലോസ് പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് പറയാം? കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഈ ഓരോ സ്ഫിയറിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഓരോ സ്ഫിയറിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് കിട്ടിയതൊരു ഹെക്സഗൺ ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. എന്ത് പറയാം? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. നമ്മൾ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇതിൽ നമ്മുടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? അതിൻ്റെ സ്പേസ് വെച്ച് പറയുമ്പോൾ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് അല്ലേ? 6 കോർഡിനേഷൻ നമ്പർ വരുന്ന ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അതുപോലെ നമ്മൾ ഇത്രയും സ്പേസ് ഒക്കുപ്പൈ ചെയ്ത് വെച്ചെങ്കിൽ കൂടി ചെറിയ എംപ്റ്റി സ്പേസസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലോസ് പാക്കിങ്ങിൽ കാണുന്ന ആ ഒരു എംപ്റ്റി സ്പേസിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. ആ എംപ്റ്റി സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിഡ് എന്ന് പറയുന്നത്. വോയിഡ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു പാക്കിങ്ങിൽ നോക്കിക്കേ, ഈ ഒരു ടൈപ്പ് വോയിഡ് നമുക്ക് കാണാം. 3 ആറ്റത്തിൻ്റെ ഇടയിൽ വരുന്ന, ഇതുപോലെ 3 ആറ്റത്തിൻ്റെ ഇടയിൽ വരുന്ന ഇങ്ങനെ ഒരു വോയിഡ് അല്ലേ? അപ്പോൾ ഈ ഒരു വോയിഡിനെ നമുക്ക് ട്രയാഗണൽ വോയിഡ് എന്ന് പറയാം. ഈ ഒരു വോയിഡിനെ നമുക്ക് ട്രയാഗണൽ വോയിഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ 2 ഡയമെൻഷനിൽ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാഗണൽ വോയിഡ് കണ്ടു. നമ്മൾ 3 ഡയമെൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ടൈപ്പ് വോയിഡ്സും കൂടെ നമുക്ക് കാണണം, എന്നാലേ 3 ഡയമെൻഷനിൽ നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാഗണൽ വോയിഡിൻ്റെ മുകളിലായി മറ്റൊരു ആറ്റം വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വോയിഡ് ഇനിയുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വോയിഡിനെയാണ് നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുക. എന്താണ് പറയുക? ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയും. ടെട്രാഹെഡ്രൽ വോയിഡ്. ഇനി അടുത്ത ടൈപ്പ് വോയിഡ് എന്ന് പറയുന്നത് ഇതുപോലെ മുകളിലും താഴെയും 3 ആറ്റത്തിൻ്റെ ലെയർ നിങ്ങൾ വിചാരിക്കുക.
അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് 2 വോയിഡ്സ് ചേർന്ന് പുതിയൊരു വോയിഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡിൽ നമുക്ക് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇങ്ങനെ ഒരു എത്ര n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് n ഒക്ടാഹെഡ്രൽ വോയിഡ്സ് കാണാം. ഇനി ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ട്, എത്ര ആറ്റം ഉണ്ടോ അതിൻ്റെ ഇരട്ടി ടെട്രാഹെഡ്രൽ വോയിഡ്സും കാണാം. 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ് കാണും ആൻഡ് n നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആയിരിക്കും കാണുന്നത്. നമ്മൾ 1 ഡയമെൻഷനിൽ 1 ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിങ് കണ്ടു, 2 ഡയമെൻഷനിൽ 2 ടൈപ്സ് ഓഫ് ക്ലോസ് പാക്കിങ് കണ്ടു. ഇനി 3 ഡയമെൻഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിങ്, 3 തരത്തിൽ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നാമത്തേത് സിംപ്ലി നമ്മൾ 1 ലെയർ എ എന്ന് പറഞ്ഞു, ആ ഒരു ലെയറിൽ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായി സെയിം മുകളിൽ എ എന്ന് പറയുന്ന ടൈപ്പ് ആണ് കാണുന്നത്. സിംപ്ലി അറേഞ്ച് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എ ടൈപ്പാണ് അല്ലേ, എ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. എ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരേപോലെ ഐഡൻറ്റിക്കലായി പോവുകയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 3 ഡയമെൻഷനിൽ 2 ടൈപ്പ് പാക്കിംഗ് കൂടെ നോക്കാം. അതിന് നിങ്ങളൊരു ബേസിക് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയർ, ഒരു ബേസ് ലെയർ വിചാരിക്കുക. ഇതിൻ്റെ മുകളിൽ ഏത് 2 രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2 ടൈപ്പ് കൂടെ വരുന്നത്. ഒന്നാമത്തെ നോക്കിക്കേ, നമ്മൾ ആ ഒരു ഇൻറ്റർസ്റ്റിഷ്യൽ വോയിഡ്, നമുക്കവിടെ ഒരു ടെട്രാഹെഡ്രൽ വോയിഡ്, ആ ടെട്രാഹെഡ്രൽ വോയിഡിലൂടെ നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നോക്കിയാൽ നമുക്ക് അപ്പുറയുള്ള ഒരു ആറ്റത്തിനെ കാണാൻ പറ്റും, അതർ സൈഡിലുള്ള ആറ്റത്തിനെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ടെട്രാഹെഡ്രൽ വോയിഡ്സിന് മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുകയാണെങ്കിൽ എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ലെയറിൽ നമുക്ക് ആ എയുടെ മുകളിൽ തന്നെ ഒരെണ്ണം വെക്കുന്നത് പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ എ ബി ടൈപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷണൽ എന്ന് പറയാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനിൽ കോർഡിനേഷൻ നമ്പർ എങ്ങനെ വരുമെന്ന് നോക്കിക്കേ. അതിന് ഒരു ആറ്റത്തിനെ ചുറ്റിനുമായിട്ട് എത്ര ആറ്റംസ് വരുന്നുണ്ട്? 12 ആറ്റംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. നമുക്ക് മറ്റൊരു അറേഞ്ച്മെൻറ്റ് എങ്ങനെ ചെയ്യാം? അവിടെ കാണുന്ന ഒക്ടാഹെഡ്രൽ വോയിഡ് അല്ലേ, ആ ഒക്ടാഹെഡ്രൽ വോയിഡിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതർ സൈഡാണ് കാണുന്നത്, നമുക്കൊരു ആറ്റത്തിനെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരെണ്ണം വെച്ച് കഴിഞ്ഞാലും എ പോലെയും ബി പോലെയും അല്ല, മറ്റൊരു ടൈപ്പാണ് വരുന്നത്, ഒരു സി ലെയർ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ എ ബി സി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 4th ലെയർ എന്ന് പറയുന്നത് ഏതുപോലെയായിരിക്കും? ഫസ്റ്റ് ലെയർ പോലെ ആയിരിക്കും. നമ്മുടെ 5th ലെയർ എന്ന് പറയുന്നത് 2nd ലെയർ പോലെ, 6th ലെയർ എന്ന് പറയുന്നത് 3rd ലെയർ പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്കതിനെ എ ബി സി ടൈപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കതിനെ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അത് തന്നെയാണ് ശരിക്കും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്മൾ കണ്ടില്ലേ, FCC. അപ്പോൾ അത് തന്നെയാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ വരും? നമ്മൾ 2 ഡയമെൻഷനിൽ പറഞ്ഞു ഏതിനായിരുന്നു എഫിഷ്യൻറ്റ്, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാൾ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിൽ പറയുമ്പോൾ രണ്ടിൻ്റെയും എഫിഷ്യൻസി ഒരുപോലെ തന്നെയാണ്. 74% സ്പേസും അവിടെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും എഫിഷ്യൻസി ഒരുപോലെ തന്നെയാണ് 2 ടൈപ്പ് ഓഫ് പാക്കിങ്ങിൻ്റെയും. അപ്പോൾ ഈ ഒരു ക്ലോസ് പാക്കിങ്ങിൻ്റെ 3 ഡയമെൻഷണൽ വിഷ്വൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഈ ഒരു ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും ക്ലോസ് പാക്കിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷമേ ബാക്കി പാർട്ടിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.